മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രായമായ മാതാപിതാക്കളോടൊപ്പം ദൈവം നൽകിയ 8 മക്കളെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തി ഇന്ന് ഏറെ സന്തോഷം അനുഭവിക്കുന്ന ഒരു നല്ല കുടുംബത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ സെൻറ് മേരീസ് ഫൊറോന ഇടവകയിലെ കുടുംബം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഏറ്റവും വലിയ തിരുനാൾ കൊണ്ടാടുന്ന പുരാതന പ്രസിദ്ധമായ കാഞ്ഞൂർ പള്ളി ഇടവകയിലെ കരുമത്തി കുടുംബത്തിലെ ദേവസി ചേട്ടൻ, 94 വയസ്സുള്ള ദേവസി ചേട്ടനും ഏലിയാക്കുട്ടി 84 വയസ്സുള്ള ഈ 2 മാതാപിതാക്കളും വാസ്തവത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലിയ കുടുംബം, 8 മക്കളുള്ള കുടുംബം. ഇന്നത്തേതുപോലെ അല്ല അന്നത്തെ സാഹചര്യം നമുക്കറിയാം. അങ്ങനെ വളർത്തി വലുതാക്കിയ മക്കൾ ഇന്ന് എങ്ങനെ ഈ മാതാപിതാക്കളെ കരുതുന്നു, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച നമുക്ക് കാണാം. ഇത് കരുമത്തി ദേവസി ഏലിയാക്കുട്ടി ദമ്പതികളുടെ ഭവനം. എറണാകുളം ജില്ലയിലെ കാഞ്ഞൂറാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കാഞ്ഞൂറാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ദേവസി ഏലിയാക്കുട്ടി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന 2 മാതാപിതാക്കൾ അവര് വിവാഹം കഴിഞ്ഞിട്ട് 67 വർഷം പൂർത്തിയായി. ഇപ്പോഴും ഒരൊറ്റ ഹൃദയവും ഒരൊറ്റ മനസ്സുമായിട്ട് കഴിയുന്ന മാതാപിതാക്കൾ. അവര് എങ്ങനെ ഈ ജീവിതത്തെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അമ്മയോട് ചോദിക്കാം. കാരണം ചേട്ടന് ചെവിക്ക് കേൾവിക്കുറവായതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? അത് സന്തോഷമായിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ആള് ആവശ്യപ്പെട്ട് പറഞ്ഞാലും നമ്മളത് ക്ഷമിച്ച് കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് പറയും. അപ്പോൾ പിന്നെ അവിടെ വഴക്കൊന്നും ഇല്ലല്ലോ. അത് കാരണം അങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും സന്തോഷവതിയായിട്ട് കാണുന്നു അമ്മയെ. എന്താണ് ഈ സന്തോഷത്തിൻ്റെ കാരണം? അത് എല്ലാവരുടെ മുഖം അങ്ങനെയാണ്. മക്കളൊക്കെ എന്നോട് പെരുമാറുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യണം സന്തോഷത്തോടു കൂടി. അപ്പം ഞാനും അതുപോലെ അതിൽ കൂടി അടി നടന്ന് സമയം പോണതും അറിയില്ല. അപ്പം അങ്ങനെ വേറെ ഒരു കാര്യം ഓർക്കല്ലേ, മക്കളോട് വർത്താനം പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ടിരിക്കും. അതെപ്പോഴും ഞാൻ ആരെ കണ്ടാലും ചിരിച്ചിരിക്കുക. എല്ലാവരും പറയും ഈ അമ്മ എന്നും ചിരിച്ച് തന്നെ പറയാറുണ്ട്. അതുപോലെ ഇതാണ് ചിരിക്കുന്ന അമ്മ. അതെ, ഹൃദയത്തിന്റെ ഉള്ളിലെ സന്തോഷമല്ലേ പുറമേ വരുന്നത്. അതിപ്പോ തീർച്ചയായിട്ടും അത് മക്കൾക്ക് കൊടുത്ത സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവമല്ലേ അത്. ആ മക്കൾക്ക് സ്നേഹം കൊടുത്തതല്ലേ മക്കൾ ഇന്ന് തരുന്നത്. ഏതായാലും നിങ്ങൾ സ്നേഹം കൊടുത്തു, ആ സ്നേഹം ഇന്ന് മക്കൾ തിരിച്ചു തരുന്നു. അതിന്റെ സന്തോഷം അല്ലേ. അപ്പൊ ഇത് എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. മക്കളെല്ലാവരും പൊന്നുപോലെയാണ്
ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. 8 മക്കളിൽ മൂത്തതായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഏറെ ബുദ്ധിമുട്ട് ഒക്കെ ഞാനും അപ്പനും അമ്മോടും കൂടെ നിന്ന് അത് ചെയ്യേണ്ടി വന്നു. എനിക്ക് അമ്മ, ഞങ്ങൾക്ക് കൃഷിപ്പണിയാണ് ഇവിടെ. അപ്പോൾ ഈ കൃഷിപ്പണി സമയങ്ങളിൽ അമ്മ പാടത്തൊക്കെ പോകുമ്പോൾ അന്ന് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ മൂത്തത് പെൺകുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് പെൺകുട്ടികളുടെ ജോലിയും കൂടി കുറച്ചൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് 2-3 പേര് താഴെ ഉള്ളപ്പോൾ തന്നെ അമ്മ പാടത്തേക്ക് പോകുമ്പോൾ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്കിവിടെ പറഞ്ഞു കഴിയുമ്പോൾ അത് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഒരു പാത്രത്തിലെടുത്തിട്ട് രൂപത്തിൻ്റെ പലയമ വെച്ച് ഒരു നെല്ലിട്ട് വെക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീഡ് ചെയ്ത പാല് പിരിഞ്ഞു പോവാതിരിക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ പിരിഞ്ഞു പോവാതെ വെച്ച് തമ്പുരാൻ അത് കാക്കും. എന്നെ കുറച്ചൊക്കെ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ട വിധമൊക്കെ. അപ്പോൾ ഞാനാണ് അവരെ നോക്കണത്. ആ സമയത്ത് പാടത്ത് പോയി വരുവുള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് ഒരു ടീസ്പൂണിൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ടീസ്പൂണിൽ എടുത്തിട്ട് അവരുടെ വായിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ അതിങ്ങനെ എക്കട്ടം വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മൂക്ക് അടയ്ക്കണമെന്ന് പറയും. അപ്പം ഞാൻ ആ ഒരു മൂക്ക് അടച്ച് അടുത്ത മൂക്ക് തുറന്ന് അങ്ങനെ ഇതുവരെ ടീസ്പൂണ് കോരി കൊടുത്ത് അവരെ അങ്ങനെ ഓരോരുത്തരെ എനിക്കറിയാൻ തോന്നുന്നു ഒരു 5 പേരെയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ മുലപ്പാല് ഫീഡ് ചെയ്ത് വെച്ചേക്കണത് എടുത്ത് അവരെ ഞാൻ ആ സമയങ്ങളിൽ, എപ്പോഴും അല്ല, കണ്ടിന്യൂസ് അല്ല, ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടികളില്ലാത്തതും കൊണ്ട്, പെങ്ങന്മാർ ഏറ്റവും ഇളയതാണ് ഒരു പെൺകുട്ടിയുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയം വരെയും അമ്മയുടെ അപ്പൻ്റെയും കൂടെ തന്നെ നിന്നിട്ടുണ്ട്. 86 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഇവിടെ മൂത്ത മരുമകളായിട്ട് കടന്നു വന്നത്. അന്ന് എന്നെ ഇവിടെ മൂത്തവരെല്ലാവരും ആൺകുട്ടികളായതുകൊണ്ട് എന്നെ ഒരു മോളായിട്ടാണ് ഇവിടെ സ്വീകരിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അപ്പനും അമ്മയും അതുപോലെ എൻ്റെ അനിയന്മാരും ഒരു ചേടത്തി എന്ന ഒരു സ്നേഹം എനിക്ക് ഇന്നും നൽകിയിട്ടുണ്ട്, അന്നും നൽകിയിട്ടുണ്ട്. ഇന്നും ചേടത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഭയങ്കര ഒരു അമ്മയുടെ ഒരു സ്ഥാനമാണ്. അപ്പൻ ഒരു കർഷകനും അതുപോലെ തന്നെ ഒരു വിശ്വാസിയുമായിരുന്നു. അന്ന് എടപ്പള്ളിപ്പള്ളി, കലൂർപ്പള്ളി, അതുപോലെ ഉണ്ണിമിശിയാപ്പള്ളി ഇവിടെയൊക്കെ സ്ഥിരമായി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരാപത്ത് സമയത്ത് ഓടിക്കൂടുന്ന എൻ്റെ കൂടപ്പുറപ്പുകളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. അതുപോലെ തന്നെ ഒരാപത്തുനിന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ ഇത്തിരി ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും എൻ്റെ അമ്മ ഓടിയെത്തും. അതെനിക്ക് വലിയൊരു ബലമായിരുന്നു. ഞങ്ങൾ 8 മക്കളാണ്, 7 ആണും 1 പെണ്ണും. എല്ലാവരും നല്ല സ്വരുമയോടും നല്ല ഹാപ്പിയായിട്ട് എന്ത് കാര്യത്തിനും എല്ലാവരും സ്വരുമിച്ച് പോകുന്നതിന് അപ്പനമ്മയൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പനിച്ചിരി ചെവി ഇച്ചിരി കുറവുണ്ട് കേൾക്കുന്നതിന്. പിന്നെ അമ്മയ്ക്ക് കാലിന് മുട്ടൊക്കെ അത്യാവശ്യം വേദനയുണ്ട്. എന്നാലും ഇന്നും പള്ളിയിൽ കുർബാനയ്ക്ക് എത്ര മഴയാണെങ്കിലും ഒരു കുർബാനയ്ക്ക് കിട്ടുന്ന പിന്നെയും കുർബാനയ്ക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇപ്പോഴും അമ്മ. അപ്പൻ ഈ കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ദിവസവും പള്ളി പോകാറുന്നു. ഇപ്പം 2 ദിവസമായിട്ട്, ഇപ്പോൾ ഉണ്ടല്ലോ, ഒരു 4-5 ദിവസമായിട്ട് പോകുന്നില്ല, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം. അപ്പോൾ അങ്ങനെ നല്ല ദൈവികമായ രീതിയിലാണ് ഞങ്ങൾക്ക് വളർത്തിയത്. അതിൻ്റെ ഒരു കൂട്ടായ്മ ഇപ്പോഴും എല്ലാവരും നിലനിർത്തി പോരുന്നു. 31 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. നല്ലൊരു പ്രാർത്ഥനാ ചൈതന്യമുള്ള കുടുംബത്തിലാണ് ഞാൻ വന്നത്. അമ്മ സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ നന്നായിട്ട് കൊണ്ട് നടക്കുന്നു. എവിടെ പോകുമ്പോഴും മക്കളെ നന്നായിട്ട് നോക്കും. ഞങ്ങളുടെ കൂടെ തന്നു വിടില്ല. കൊച്ചുങ്ങൾക്ക് എപ്പോഴും അസുഖം വരുമെന്നും പറഞ്ഞ് എവിടെ പോയാലും സന്ധ്യ ആവുന്നതിന് മുന്നേ ഞങ്ങൾ കുടുംബത്ത് വന്നാൽ മതി. അമ്മ മക്കളെ നന്നായിട്ട് നോക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മക്കളെ നോക്കിയിട്ടുണ്ട്. അമ്മയുടെയും അപ്പൻ്റെയും അവരുടെ സ്നേഹവും കൂട്ടായ്മയും ആ ഐക്യവും കണ്ടാണ് ഞങ്ങൾ മക്കൾ വളർന്നത്. അപ്പോൾ ഞങ്ങൾ ചേട്ടനനിയന്മാർ ആ ഒരു ഐക്യത്തിനും സ്നേഹത്തിനും ഒരു കുറവും വരുത്താതെ ഇന്നും ഞങ്ങളത് കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ ഞങ്ങൾ വർഷത്തിലെങ്കിലും ഒരു പ്രാവശ്യം ഒരു വീട്ടിലും എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ കൂട്ടായ്മ, ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും, മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അമ്മയ്ക്കും അപ്പനും ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് ഇന്ന് ഞങ്ങളും ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരുമിച്ച് കൂടാനും ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഈ കൂട്ടായ്മ നിലനിർത്താൻ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ 30 വർഷമായി
ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 30 വർഷവും ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ 4.5 വർഷം ഈ വീട്ടിലുണ്ടായിരുന്നു. 4.5 വർഷവും ഈ അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹം, സഹോദരങ്ങളുടെയും സ്നേഹം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ കണ്ട പ്രത്യേകത, ഈ മക്കളെ വളർത്തുന്നതിനിടയിലും അമ്മയും അപ്പനും ഒഴിവു സമയങ്ങളിൽ ബൈബിള് പകല് തുറന്ന് വെച്ച് ഉറക്കെ വായിക്കുന്നതൊക്കെ ആയിട്ടാണ് കണ്ടേക്കണേ. അതനുസരിച്ച് ബൈബിൾ വായിക്കാൻ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മക്കളെ നോക്കാൻ അമ്മ നല്ല രീതിയിൽ മക്കളെ നോക്കാറുണ്ട്. ഒരസുഖമൊക്കെ വന്നാൽ ഞങ്ങൾ നോക്കണ്ട, അമ്മ തന്നെയാണ് നോക്കണേ. നല്ല സ്നേഹത്തോടു കൂടിയാണ് മാതാപിതാക്കൾ ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ഞാൻ 4ാമത്തെ മോനാണ് ഇവിടുത്തെ. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കണേ. അപ്പോൾ ഇത് തറവാടിൽ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെയും വരും. വന്ന് ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടൊക്കെ തന്നെ പോണേ. അപ്പനും അമ്മയുടെയും ഒരു നന്മകളുണ്ടല്ലോ, ആ നന്മകളിൽ കൂടി തന്നെയാണ് ഞങ്ങൾ മക്കളെല്ലാവരും തന്നെ പോണത്. നല്ലത് മാത്രമാണ് പറയാനുള്ളൂ. ഇപ്പോൾ അപ്പനും അമ്മയും പഴയ കാലത്തെ ജീവിതം നല്ല രീതിയിലായിരുന്നു. ആ രീതി തന്നെ ഞങ്ങളും പിന്തുടർന്ന് പോകുന്നത്. 26 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ വന്ന് 26 വർഷമായിട്ടും മാതാപിതാക്കളോടുള്ള അവർക്ക് മക്കളോടുള്ള സ്നേഹം കണ്ടും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടും ജീവിച്ചു. ഞങ്ങൾക്കും അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ മക്കളെ വളർത്താനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മൂത്ത മോൻ ജനിച്ച് 1 വയസ്സായപ്പോഴേക്കും 2ാമത്തെ മകൻ ജനിച്ചു. അപ്പം അവനെ നോക്കിയത് മുഴുവൻ അമ്മയാണ്. ഞങ്ങളുടെ 25 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ജീവിതമായിരുന്നു. അതിലൊക്കെ അപ്പൻ്റെ അമ്മേനെയും നല്ലൊരു സ്നേഹമുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു കുടുംബജീവിതമായിട്ട് പോണു അപ്പൻ്റെ അമ്മയുടെയും സ്നേഹത്തിൻ്റെ പേരിൽ. വളരെ സ്നേഹത്തിലും ഐക്യത്തിലുമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അമ്മയുടെ അപ്പൻ്റെയും ആ കൂട്ടായ്മ, സ്നേഹവും മക്കളോടുള്ള പെരുമാറ്റവും തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ മാതൃകയാക്കുന്നത്. എല്ലാ മക്കളെയും ഒരുപോലെയാണ് അമ്മ കാണുന്നത്. അതുകൊണ്ട് തന്നെ മരുമക്കൾ എന്ന രീതിയിലുപരി മക്കളായിട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹവും കടപ്പാടും ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ മാതാപിതാക്കളോടുണ്ട്. എൻ്റെ മാതാപിതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾ എന്നെ നല്ല രീതിയിലാണ് വളർത്തിയത്. ഞങ്ങൾ പള്ളിയിൽ പോകാനും എല്ലാം നന്മയിൽ വളരുവാനും നല്ല കൂട്ടായ്മയിലും ആവാനാണ് ഞങ്ങളെ വളർത്തിയത്. എന്ത് ആവശ്യം വന്നാലും ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് എല്ലാം തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ ചേട്ടനിയന്മാരാണ്. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ അമ്മയും അപ്പനും വന്നിരിക്കും. എന്നിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ പങ്കുവെക്കും കാര്യങ്ങൾ. അതുപോലെ പള്ളി കൊണ്ടുപോകാനായിട്ട് കൊന്തയ്ക്കൊക്കെ 5 മണിയാണ്. ഞങ്ങൾക്ക് 3 കിലോമീറ്റർ അകലെയാണ് ഇവിടെ നിന്ന് പോകണത്. അപ്പം ഞങ്ങൾ വെളുപ്പിന് ഒരു 4:30 ആകുമ്പോഴേക്കും അന്ന് ചൂട്ട് കത്തിച്ചൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ കൈമ പിടിച്ച് അപ്പനും അമ്മയും കൊണ്ടുപോയി കുർബാനയും കാണിച്ച് പോന വഴിക്ക് ചിലപ്പോൾ ഒരു ചായയൊക്കെ മേടിച്ച് തരും. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പം ഞങ്ങൾക്ക് അന്ന് ഇന്നും അപ്പനോടും അമ്മയോടും വലിയൊരു കടപ്പാടുണ്ട്, ഒരു നന്ദിയുണ്ട്. ഞങ്ങൾ മരുമക്കളെന്ന് അമ്മ കണ്ടിട്ടില്ല അമ്മയപ്പനും. അതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് അപ്പനും അമ്മയും അവരെയും ഞങ്ങളെപ്പോലെ തന്നെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെയും അതേപോലെ തന്നെയാണ് അപ്പനും അമ്മയും കൊണ്ടു നടക്കണേ. എല്ലാ ആവശ്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. എനിക്കിപ്പോൾ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ഏറ്റവും എടുത്തു പറയാവുന്ന ഇവർക്കിടെ കുടുംബ കൂട്ടായ്മയാണ്. അമ്മയും എന്നെ ഒരു മരുമകളായിട്ടല്ല കണ്ടേണ, മകളായിട്ടാണ് കണ്ടേണ. എന്ത് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്നേഹത്തോടെയാണ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് നമ്മുടെ സ്വന്തം വീട്ടിലെ മാതിരി തന്നെ നമുക്ക് ഇവിടെ പെരുമാറാൻ പറ്റിയിട്ടുണ്ട്. അപ്പനും അമ്മയുടെയും കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ചേട്ടനനിയന്മാരും ചേച്ചിമാരൊക്കെ നല്ല സഹകരിച്ച് ജീവിക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരുപോലെ അപ്പൻ്റെ അമ്മയുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പൻ്റെ അമ്മേനെ കുറിച്ച് എന്നും നല്ല ഓർമ്മകളാണ് ഉള്ളത്. അപ്പനമ്മ ഏത് സാഹചര്യത്തിലും പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പനിപ്പോൾ വയ്യാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ട് പള്ളിയിൽ പോകുന്നില്ല എന്നത്. അമ്മ എപ്പോഴും മുടങ്ങാണ്ട് പോകുന്നുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം അമ്മയും അപ്പനുമാണ് എപ്പോഴും മുൻപന്തിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാണ്ട് പോകുന്നുണ്ട്. മക്കളെയൊക്കെ പള്ളിയിൽ പറഞ്ഞു വിടാൻ അമ്മയപ്പനും മുൻഗണന കൊടുക്കുന്നുണ്ട്. നല്ല സന്തോഷമായിട്ട് പോകുന്നൊരു കുടുംബമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് 18 വർഷമായി ഒരുമിച്ചുള്ള കുടുംബ കൂട്ടായ്മയും കുടുംബ പ്രാർത്ഥനയുമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. സഹോദരൻ തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അപ്പനും അമ്മയും ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുവരെ ശുശ്രൂഷിക്കുന്നതിൽ എനിക്ക് സന്തോഷക്കുറവും ഭയങ്കര സന്തോഷമാണ്. അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, ഞങ്ങളെ വളർത്തിയതും. അന്നും ദൈവത്തോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെ വളർത്തിയിരുന്നു. അന്ന് ശനിയാഴ്ചയൊക്കെ
പോട്ടയിലും പ്രാർത്ഥനകളുള്ള ഒരു സമയങ്ങളാണ്. പോട്ടയിലും അല്ലെങ്കിൽ മറ്റു പള്ളികളിലൊക്കെ പ്രാർത്ഥനകളുണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോകാനും അപ്പനും അമ്മയും ഒരുപോലെ ശ്രമിച്ചിരുന്നു. അത് തന്നെ ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു മാതൃകയാക്കിയേക്കാണ്. കാരണം ഞങ്ങളും ഇന്നും എല്ലാവരും തന്നെ മക്കളൊക്കെ ഇന്നും എല്ലാവരും പള്ളിയിൽ പോകാൻ ഒരു മടിയും കൂടാതെയാണ് അത് പോണത്. അമ്മ ഒരു കുറവുകളെ നിറവുകളാക്കുന്ന ഒരു അമ്മേനെ, എത്ര കുറവുണ്ടെങ്കിലും അമ്മ അത് ദൈവത്തോട് ചേർത്ത് പിടിച്ച് മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരാണ്. അതിൻ്റെ ഒരു ബലവും ശക്തി ഇന്നും മക്കൾക്കുണ്ട്. ഇന്ന് മക്കളുടെ മക്കളാണെങ്കിലും ഇന്ന് അവർ ആശുപത്രികളിൽ എവിടെയാണെങ്കിലും ഞങ്ങളൊന്നും നോക്കാനൊന്നും വേണ്ട, അവർ മതി. അവരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ബാത്റൂമിൽ കൊണ്ടുപോകാനോ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ നല്ല ഊർജ്ജമായിട്ട് തന്നെ മുന്നോട്ട് പൊക്കോളും. 2001 ഞങ്ങളുടെ വിവാഹം കഴിച്ചത്. അപ്പനും അമ്മയും നല്ലൊരു പ്രാർത്ഥനാ കുടുംബമായതുകൊണ്ട് അതേപോലെ തന്നെ ഞങ്ങളും അതേപോലെ വളരുന്നു. ഒരു കൂട്ടുകുടുംബമാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരേപോലെ ഒന്നിച്ച് കഴിയുന്നു. വളരെ സന്തോഷമുണ്ട് ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മരുമകനായി വന്നതിൽ. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന 18 പേരും ഞങ്ങൾ ചേട്ടാനിമാരാണ്. 2 ബ്രദർ ഇൻ ലോ, ഒരു സിസ്റ്റർ ഇൻ ലോ. ഇത് ഞങ്ങളുടെ അപ്പനും അമ്മയാണ്. അപ്പന് ഇപ്പോൾ പ്രായം 94. ഇവർ പരസ്പര സ്നേഹത്തോടെയാണ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. എന്നെ പ്രാർത്ഥന എത്തിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. കാരണം ഞാൻ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അമ്മയാണ് അത് ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞ് കുറച്ച് ഇതൊക്കെ പറഞ്ഞു തന്നത്. ആ അമ്മയുടെയും അപ്പൻ്റെയും വിശ്വാസത്തിലൂടെയാണ് ഞങ്ങൾ വളർന്നിരിക്കുന്നത്. ഇവിടെ അപ്പനും അമ്മയ്ക്കും കൂടെ 8 മക്കളാണുള്ളത്. ഞങ്ങൾ 18 പേരക്കുട്ടികളും എന്ന് പറഞ്ഞൊരു കൂട്ടുകുടുംബമാണ്. എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ടുള്ളൊരു വലിയ ഫാമിലിയാണ്. ഇപ്പോൾ അപ്പനും അമ്മയും വീട്ടിൽ വന്നാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അവർ പോകുമ്പോൾ ഭയങ്കര വിഷമം. കാരണം അവർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് കഥകൾ പറയണം. ഇപ്പോൾ അപ്പനും അമ്മയാണെങ്കിലും അവരുടെ ചെറുപ്പത്തിലുണ്ടായ എക്സ്പീരിയൻസും കഥകളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരും. ഞങ്ങൾക്കൊക്കെ അത് കേൾവി മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ഞങ്ങൾക്ക്. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ കണ്ടു പഠിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ അവർ ഡെയിലി പള്ളിയിൽ പോകും. പള്ളിയും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിൽ അവർ ഇത്രയും ഈ പ്രായത്തിലും അവരത് പോകുന്നുണ്ട്. എത്ര വയ്യെങ്കിലും രാവിലെ എണീച്ച് പള്ളിയിൽ പോകാനാണെങ്കിലും കുടുംബ പ്രാർത്ഥനയാണെങ്കിലും അവർക്കത് നിർബന്ധമാണ്. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങാനും എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് മാറിയാലും അവർ വിളിച്ചു കൊണ്ടുവന്നിരുത്തും. അങ്ങനെ പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്പനും അമ്മയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അപ്പനെ അമ്മേനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തറവാട്ടിലെ മൂത്താളുടെ മൂത്ത മകനാണ്. ബാക്കി അനിയന്മാരും അനിയത്തിമാരും അതിലൊരു 4 പേര് എത്തിപ്പെട്ടിട്ടില്ല. അവർ പുറത്താണ്, നാട്ടിലില്ല. പിന്നെ അപ്പനെ അമ്മേനെയും പറ്റി പറയുമ്പോൾ വിവരക്കും പറഞ്ഞ മാതിരി തന്നെ വിശ്വാസം അത് തന്നെയാണ് ഞങ്ങളും എടുത്തേക്കണം. അവർ അവരുടെ മക്കളിലേക്ക് കിട്ടി. ആ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് പേരക്കിടാങ്ങൾക്കും അത് കിട്ടി. അത് ഞങ്ങൾ പിന്തുടർന്ന് പോകുന്നു. തറവാട്ടിൽ വന്ന അമ്മയ്ക്ക് ഞങ്ങൾ ആര് വന്നാലും ചോറായാലും ചായ ആയാലും ഞങ്ങളെ തീറ്റിക്കാനാണ് അമ്മയ്ക്ക് ഏറ്റവും ഇത്. എൻ്റെ പേര് സാനി. ഞാൻ ഈ അപ്പനമ്മയുടെ പേരക്കുട്ടികളിൽ പെട്ട ഒരാളല്ല. അതായത് ഈ ഇരിക്കുന്ന റാണിയാണ് എൻ്റെ ഭാര്യ. അപ്പൻ്റെ അമ്മയുടെയും മൂത്ത മകൻ്റെ മരുമകനാണ് ഞാൻ. വന്ന് കണ്ടെടുത്തോളം പ്രാർത്ഥനയിലും വളരെയധികം സ്നേഹസമ്പന്നമായൊരു കുടുംബമാണ്. എൻ്റെ കുടുംബമൊന്നും ഇത്രയും വലിപ്പമുള്ള കുടുംബമല്ല, ഒരു അണുകുടുംബമാണ്. അതിൻ്റേതായ കുറേ വിഷമങ്ങളൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഇവർക്ക് അതിനുള്ളൊരു സംഭവം ചിലപ്പോൾ തോന്നാൻ വഴിയില്ല. കാരണം എന്ത് പ്രതിസന്ധിയും ജീവിതത്തിൽ കൂട്ടായി തരണം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. അത് ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്തായാലും ഈ വീട്ടിൽ 2ാം തലമുറയിലെ ഒരു മരുമകനായി വരാൻ കഴിഞ്ഞതിൽ അതൊരു ഭാഗ്യമായി കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഇനിയും അപ്പനും അമ്മയ്ക്കും ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സിമ്മി. ഞാൻ ഇവിടുത്തെ കൊച്ചു മക്കളിൽ ആൻ്റണിയുടെ വൈഫാണ്. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ
ഞാൻ എപ്പോഴും പറയുമായിരുന്നു അപ്പൂപ്പൻ അമ്മൂമ്മ. കാരണം ഞാൻ എൻ്റെ വീട് ചാലക്കുടിയാണ്. ഞങ്ങൾ അവിടെ അപ്പൂപ്പൻ അമ്മൂമ്മ എന്നാണ് ഞങ്ങൾ പറയാറ്. ഇവിടെ വന്നപ്പോൾ അത് ശരിക്കൊരു ഡീവിയേഷനായി അപ്പൻ അമ്മ എന്നാ. കാരണം അറിയാതെ ഞാനെങ്ങനെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പേപ്പന്മാരുടെ മുഖം പോകും. അമ്മയുടെ മുഖം, അമ്മൂമ്മയുടെ മുഖം, അമ്മൂമ്മ എന്ന് പറയുന്ന അമ്മയുടെ മുഖം വരെ ഇതായി അമ്മയ്ക്ക് സങ്കടം വരും. പക്ഷേ അത് എന്ന് പറയുന്നത് അപ്പൂപ്പനിൽ നിന്ന് അമ്മയിലേക്കുള്ളൊരു ദൂരം ഭയങ്കരമാണ്. അത്രയും ഒരു വന്നു കയറിയൊരു പേരക്കുട്ടിയേക്കാൾ അപ്പുറം ഒരു മകളായിട്ട് ഈ പേരക്കുട്ടികളെ പോലെ തന്നെ എന്നെ ഇവർ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് ഞാൻ പറയും എനിക്കിവിടെ കിട്ടിയ പേപ്പന്മാർ. കാരണം അവരെ വളർത്തിയ ഈ അപ്പനും അമ്മയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികളിൽ. അതുകൊണ്ട് തികഞ്ഞും സന്തോഷവതിയാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതിൽ. ആടുകളെ അറിയുന്നവനാണ് ഇടയൻ, ആടുകളോടൊപ്പം കഴിയുന്നവൻ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തീർത്ഥാടന സ്ഥലമായ കാഞ്ഞൂർ സെൻറ് മേരീസ് ഫൊറോന ഇടവകയുടെ വികാരിയച്ഛൻ ജോയി കണ്ണമ്പുഴയച്ഛൻ ഇതുപോലൊരു നല്ല ഇടയനാണ്. ഈ കരിമത്തി കുടുംബത്തിൻ്റെ നന്മ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഈ കുടുംബത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ഇടവന്നത് 1-2 മക്കളിലൂടെയാണ്. മൂത്ത മകൻ ഡേവിസും പിന്നെ ഒരു മകൻ ജോർജും. ഇവരൊക്കെ പള്ളിയിലെ പല പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലൊക്കെ ഭാരവാഹിത്വം വഹിക്കുകയും അതിലൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. മുനിസിപ്പൽ പോൾ സൊസൈറ്റി, അതുപോലെ കുടുംബ യൂണിറ്റ് ഭാരവാഹിത്വം, പാരിഷ് കൗൺസിൽ അംഗത്വം, ഇവരുടെ വീടിനോടടുത്തുള്ള കുരിശുപള്ളിയിലെ കൈക്കാരൻ സ്ഥാനം, ഇങ്ങനെയൊക്കെ പല നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ളവരായതുകൊണ്ടാണ് അവരുമായിട്ട് പെട്ടെന്ന് ഇടപഴകാൻ ഇടവന്നത്. പക്ഷെ അവരിലൂടെ ഈ കുടുംബത്തെ മനസ്സിലാക്കിയപ്പോൾ ഇത് വലിയൊരു കുടുംബമാണെന്നും എല്ലാവരുമായിട്ടും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പര വിശ്വാസത്തിലും പരിഗണനയിലുമൊക്കെ കഴിയുന്ന കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പച്ചനും അമ്മച്ചിയും എന്നും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അപ്പച്ചന് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. മാസത്തിലൊരിക്കൽ ഞങ്ങൾ അച്ഛന്മാരാരെങ്കിലുമൊക്കെ വന്ന് കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന നൽകുന്നേ ഉള്ളൂ. അമ്മച്ചി ഈ പ്രായത്തിലും അടുത്തുള്ള പള്ളിയിൽ എന്നും അല്പം ത്യാഗം സഹിച്ചും ഏന്തി വലിഞ്ഞുമൊക്കെ ആണെങ്കിലും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ആ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യം, ആ ആന്തരിക ഊർജം, അത് മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ചുറ്റുപാടുമുള്ളവരിലേക്കും ഒക്കെ പ്രസരിപ്പിക്കുന്ന ഒരു വിശിഷ്ട മാതൃക ദമ്പതികളാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. സംഗീതം ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് കരുമത്തി കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം, സ്നേഹ സമ്മാനം. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. നമ്മുടെ കുടുംബത്തിന് ദൈവാനുഗ്രഹം കിട്ടാനുള്ള ഏക മാർഗം നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാർക്ക് പ്രായമാകുമ്പോൾ അവരോട് കരുതലും സ്നേഹവും കരുണയും കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു നല്ല സന്ദേശം തൃശ്ശൂർ അതിരൂപതയുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത ആൻഡ്രോസ് താഴത്ത് പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. ഇന്നത്തെ മക്കൾക്ക് സ്നേഹം കിട്ടുന്നില്ല. മാതാപിതാക്കൾക്ക് ജോലി തിരക്കുക. ഈ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊബൈലിലായി. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല, ചർച്ച ചെയ്യാൻ സമയമില്ല. മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് പറ്റാത്ത ഒരു സാമൂഹ്യ
രംഗമാണുള്ളത്. എന്നാൽ മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇന്ന് സാധിക്കുന്നത്, സമയമുള്ളത് മുത്തച്ഛന്മാരും മുത്തശ്ശികളാണ്. അതുകൊണ്ടാണ് ആധുനിക കുടുംബങ്ങൾക്ക് മാതാപിതാക്കളോടൊപ്പം തന്നെ കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് അവരുടെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് പറയുന്നു. പ്രായമായി കഴിയുമ്പോൾ അവരെ വൃദ്ധമന്ദിരത്തിലേക്ക് അയക്കുന്ന മക്കള് അവരുടെ കൊച്ചുമക്കൾക്ക്, പേരക്കിടാങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നതെന്നുള്ള ഒരു അവബോധം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ വലിയ കുടുംബങ്ങൾ മാതാപിതാക്കളെ വൃദ്ധാലയങ്ങളിലേക്ക് ആക്കാതെ കൊച്ചുമക്കളോട് ചേർത്ത് നിർത്തുന്ന കുടുംബങ്ങൾ ശരിയായ സന്തോഷം അനുഭവിക്കും എന്നുള്ള സത്യം സ്വീകരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കരിമത്തി കുടുംബത്തെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന രണ്ട് കണ്ണികളാണ് ഈ മാതാപിതാക്കൾ. 84 വയസ്സും 94 വയസ്സും ഈ മാതാപിതാക്കൾക്കുണ്ട്. വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന് പഴയകാല അനുഭവം വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കുടുംബമാണിത്. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബമെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സ്നേഹത്തിൽ ഒറ്റ മനസ്സും ഒറ്റ ഹൃദയവുമായിട്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു. മക്കൾക്ക് ശരിയായ വിശ്വാസം കൊടുത്തു, മാതൃക നൽകി. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നു. സങ്കീർത്തനം 133 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. കാരണം എന്താണ്? അവിടെയാണ് ദൈവം, കർത്താവ് തൻ്റെ അനന്തമായ ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത്. ഈ കരിമത്തി കുടുംബം അക്ഷരാർത്ഥത്തിൽ അതാണ്. കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഒക്കെ അനുഭവം. 4 തലമുറകളിലായി 40ഓളം അംഗങ്ങളുള്ള ഈ വലിയ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകും. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല ദൈവാനുഗ്രഹമുള്ള കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.